ഏത് സങ്കടക്കയത്തിലും ഉയർന്നു നിൽക്കുന്ന പ്രതീക്ഷയുടെ ഒരു നിലാവെളിച്ചമുണ്ടാകും. അതിലുണ്ടാകും ജീവിതം എന്ന നറുപുഞ്ചിരി. സങ്കടത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ കൈത്താങ്ങായവരെ മറക്കുന്നതെങ്ങനെ? മാസങ്ങൾക്കിപ്പുറം നൗഫൽ ഒമാനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്, തന്നെ സഹായിച്ചവരെ ഒരു നോക്കു കാണാൻ. ഒറ്റ രാത്രി കൊണ്ട് മഴയിൽ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായരായ ഒരുപാട് മനുഷ്യരെ ഓർമ്മയില്ലേ? ഒമാനിലെ ബുആലിയിൽ ജോലി ചെയ്തിരുന്ന നൗഫലിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളുമടക്കം കുടുംബത്തിലെ 11 പേരെയും നഷ്ടപ്പെട്ട രാത്രി. കണ്ടുനിന്നവരുടെ എല്ലാം കണ്ണീരണിയിച്ച കാഴ്ചയായിരുന്നു അന്നത്. വയനാട്ടിലെ ദുരന്ത വാർത്ത അറിഞ്ഞാണ് നൗഫൽ ഒമാനിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്നത്. പ്രിയപ്പെട്ടതിനെയും പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെട്ട് അന്ന് വയനാട്ടിലെത്തുമ്പോൾ നൗഫലിനെ ഒമാനിൽ നിന്നും ചേർത്ത് പിടിച്ചത് മസ്കറ്റ് KMCC അധ്യക്ഷൻ റയീസ് അഹമ്മദും മസ്കറ്റ് KMCCയുമാണ്. നൗഫലിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. KMCCന്റെ എല്ലാ ഏരിയയിൽ നിന്നും എല്ലാ മെമ്പർമാരും നൗഫലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നൗഫലിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നത് കാണാൻ പറ്റിയത് സന്തോഷമുണ്ട്. ഒരു പടച്ചോന്റെ കൃപയായിട്ട് കാണുന്നു. സാഹിബിന്റെ മകനെ ഒക്കെ ഒപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് മസ്കറ്റ് KMCCനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മസ്കറ്റ് KMCCത്തെ അംഗങ്ങളാണ് വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്, നൗഫലെ നീ ഒന്നും പേടിക്കേണ്ട, മസ്കറ്റ് KMCC എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി എനിക്ക് മസ്കറ്റ് KMCC പുരവെച്ച് തരികയാണ്. അതിയായ സന്തോഷമുണ്ട്. ഒരു മനുഷ്യായുസിലെ വേദനകളെല്ലാം ഒറ്റയടിക്ക് നേരിടേണ്ടി വന്ന നൗഫലിനെ പതുക്കെയാണെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയേ മതിയാവുമായിരുന്നുള്ളൂ. അതിനായി പ്രവാസികളും KMCCയും കൈകോർത്തു. MT അബൂബക്കർ സാഹിബിന്റെ നേതൃത്വത്തിൽ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ച് നൗഫലിന്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. ഓരോ പേപ്പർ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ ബന്ധപ്പെട്ട മസ്കറ്റ് KMCCയുടെ നേതാക്കൾക്കും എല്ലാവരെയും കണ്ട് നന്ദി പറയുന്നതിന് വേണ്ടിയും, പിന്നെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ഷാബിയ, അതായത് ജാലംബുവാലി എന്ന സ്ഥലത്തുള്ള എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളെയും എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളെയും എല്ലാവരെയും ഒന്ന് കണ്ട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മസ്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കാവില്ലെന്ന്, ഞങ്ങളെല്ലാം കൂടെയുണ്ടെന്ന് അന്ന് KMCC കൊടുത്ത ഉറപ്പ് നൗഫലിന്റെ അതിജീവനത്തിൽ ഈ ചിരിയിൽ ഇന്ന് തെളിഞ്ഞു കാണാം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സാന്ത്വനത്തിന്റെ കൈകളാൽ ചേർത്ത് പിടിക്കാൻ KMCCയേക്കാൾ മറ്റാർക്കാണ് കഴിയുക, അല്ലേ?